വീട്ടിലെല്ലാവർക്കും നോമ്പാണെങ്കിൽ പിന്നെ കിച്ചണിലോട്ട് വരുമ്പോൾ ഒരു നേരമാവും കേട്ടോ. രാവിലെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കിച്ചണിലോട്ട് ഒന്ന് വരുന്നത്. ഏകദേശം ഉച്ചയായല്ലോ 12 മണി എന്ന് പറയുമ്പോൾ. അപ്പോൾ വന്നിട്ട് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ. അത് സമോസയോ കട്ട്ലറ്റോ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മക്കൾക്ക് നോമ്പുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ഇതുപോലെ എണ്ണ പലഹാരങ്ങൾ എന്തെങ്കിലും വേണം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാലയൊക്കെ ഇട്ടിട്ട് വന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഞ്ഞി വെക്കണം കേട്ടോ. എനിക്ക് എന്തായാലും കഞ്ഞി വേണം. അവർക്ക് രണ്ടാൾക്കും കഞ്ഞിയുടെ ആവശ്യമില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് നോമ്പ് കഞ്ഞിയാക്കി എടുക്കും. അപ്പോൾ ഒരു ദിവസം വെച്ചാൽ തന്നെ എനിക്കത് 2 ദിവസത്തേക്ക് ഉണ്ടാവും. എത്ര കുറച്ച് അരിയിട്ട് വെച്ചാലും അത് കുറേ മാത്രം ബാക്കി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ദേ കുറേ സവാള എടുത്തിട്ട് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിനിടയ്ക്ക് തന്നെ ഞാൻ കഞ്ഞിക്ക് ഒന്ന് വെക്കാൻ നോക്കുമ്പോൾ ആ കുക്കറിൻ്റെ ബെൽറ്റ് ചില സമയത്തൊക്കെ അറിയാലോ വാഷ് നന്നായിട്ട് ലൂസായി പോകും. അപ്പോൾ നമ്മളതൊന്ന് എടുത്തിട്ട് ഫ്രീസറിലൊന്ന് 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റായി കിട്ടും. അങ്ങനെ ഞാനത് റെഡിയാക്കി ഒന്ന് കഞ്ഞിയുടെ ആ ഒരു കുക്കർ ഒന്ന് അടച്ചു കൊടുത്തു. അതിനുശേഷം സവാളയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ കട്ട് ചെയ്യുന്നത് എനിക്ക് ഈസിയാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരുപാടൊക്കെ കട്ട് ചെയ്യലുണ്ടെങ്കിൽ ഞാൻ ആ പ്രീവിയസ് സോഡിയാക്കിൻ്റെ ആ ഒരു മാസ്റ്റർ ഷെഫ് ജാറിൽ അതിലിട്ടാണ് കട്ട് ചെയ്യുന്നത്. സവാളയൊക്കെ അതിൽ പെട്ടെന്നാക്കി എടുക്കാൻ പറ്റും. നിമിഷ നേരം കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് മട്ടൺ ഉണ്ടായിരുന്നു, എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കറി വയ്ക്കാനാണ്. അതുപോലെ മുന്തിരി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ജ്യൂസ് ആക്കണം, അതിന് വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കി അതും എടുത്ത് വെച്ചു. സവോള നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. ഇനി കഴുകുന്നത് കണ്ടില്ല എന്ന് വെച്ചിട്ട് ആരും പറയണ്ട കേട്ടോ, കഴുകിയില്ല എന്നുള്ളത്. മുന്നേ 2-3 വീഡിയോയിൽ ഇതുപോലെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, സവാള എന്താ കഴുകാത്തേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സവാള ദേ കഴുകി റെഡിയാക്കി വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. മുന്നേ ഉണ്ടാക്കി വെച്ചതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിലും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതും ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ദേ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെച്ചു. ഇനി സവോള ഞാൻ മിക്സിയിലിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ആ മാസ്റ്റർ ഷെഫ് ജാറിലെ സോഡിയാക്കിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സവാള 2ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ നടുക്കുള്ള ആ ഒരു തണ്ടങ്ങ് എടുത്ത് മാറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് ദേ ഇതിലിട്ട് പെട്ടെന്ന് അങ്ങ് ആക്കി എടുക്കാൻ പറ്റും, വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ നമ്മൾ സവോളയല്ലേ സാധനം, എങ്ങനെ നമ്മൾ കട്ട് ചെയ്താലും ശരി തന്നെ, കട്ടിംഗ് ബോർഡിലായാലും കൈ കൊണ്ടായാലും ഇതുപോലെ മിക്സിയിലൊക്കെ ആയാലും ശരി തന്നെ കണ്ണുനീർ കേട്ടോ. ഇതിൻ്റെ ആ ഒരു കണ്ണുനീരിലെന്ന് വെച്ചാൽ വല്ലാത്തൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഉള്ളിലുള്ള കിച്ചണിലൊക്കെ ആകുമ്പോൾ കണ്ണുനീർ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ദേ അതൊന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. കരയണുണ്ടായിരുന്നു, സങ്കടം കൊണ്ടല്ല കേട്ടോ, സവോള അരിഞ്ഞതിൻ്റെതാണേ. അങ്ങനെ നോമ്പ് കഴിഞ്ഞ് റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ വിചാരിച്ചു. ആ ഒരു സവാള അരിഞ്ഞിട്ട് വന്നത് ഞാൻ പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കുകയാണ് സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഒരു മിക്സിയുടെ ജാർ നിറച്ച് സവാള ഉണ്ട്, ഇത്രയും ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ഞാൻ സമോസയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്തിട്ട് മട്ടൻ ഒന്ന് അടുപ്പിക്കുകയാണ്. ഫസ്റ്റ് ഒന്ന് മട്ടൻ ആക്കി വെക്കാമെന്ന് കരുതി. മട്ടൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ സവാളയും എല്ലാം വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് മട്ടൻ കറി വയ്ക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ മട്ടൻ ഒന്ന് 2-3 വിസിൽ കപ്പിച്ചെടുത്തു. 2 വിസിൽ, ഒരു വിസിൽ ഒരു ഹൈ ഫ്ലെയിമിലും പിന്നെ 2 വിസിൽ ഒന്ന് തീ കുറച്ചിട്ട് ഒന്ന് കേട്ടപ്പോൾ തന്നെ വെന്ത് കിട്ടി. അതിനുശേഷം ഞാൻ മസാലപ്പൊടികളൊക്കെ ചൂടാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് മൊബൈലെടുത്ത് ഇതൊക്കെ തപ്പയാണ്. ഇടയ്ക്കിടയ്ക്ക് മൊബൈലൊന്നും നോക്കിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ഒരു വൃത്തികെട്ട ശീലം ഒന്ന് മതിയാക്കണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു, പക്ഷേ നടക്കുന്നേ ഇല്ല. ഇടയ്ക്ക് മൊബൈൽ നോക്കുന്ന കാരണമാണ് ഈ ജോലികളൊന്നും നടക്കാത്തത്. അപ്പോൾ മുന്തിരി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതൊന്ന് ജ്യൂസാക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ജ്യൂസാക്കാൻ പോലെ തന്നെയാണ് തിളപ്പിച്ചിട്ട് അതിനെ ഒന്ന് അരിച്ചെടുത്തൊന്ന് സ്ക്വാഷ് പോലെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബും വെള്ളമൊക്കെ ചേർത്തിട്ടൊന്ന് കുടിച്ചാൽ മതി. ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്, ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ്. ഇവിടെ അതുകൊണ്ട് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. ഞാൻ ദേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മട്ടൺ വെന്ത് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഇതേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഇത് 3 ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിനിടയ്ക്ക് ചിക്കൻ ഫ്രൈ ആണുണ്ട്, അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അതിന് ശേഷം ദേ സമോസ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ സവാളയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് വഴറ്റിയെടുക്കുന്നത് വരെയുള്ള ആ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് മിസ്സായി കേട്ടോ. മിസ്സായതല്ല, എല്ലാം കൂടി എടുത്ത് ആക്കുമ്പോൾ കുറേ മാത്രമേ വീഡിയോ ആവും. അതിനിടയ്ക്ക് ഞാൻ ഒരു മാങ്ങ, പച്ച മാങ്ങ കേട്ടോ, മൽഗോവ മാങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാനൊന്ന് അച്ചാറിടുകയോ അതുപോലെ ഉപ്പിലിടുകയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ മോൾ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ മാങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഉപ്പിലിട്ടതാക്കണമെന്ന്. പക്ഷേ മുളകും കൂടെ ചേർത്താണ് സാധാരണ ആക്കുന്നത്, ഞാനിവിടെ മുളക് ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഒരേ ഷേപ്പിന് തന്നെ ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് റെഡിയാക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിനെ ഒരു കുപ്പിയിലോട്ടാക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തു. അതിനനുസരിച്ച് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം മെയിനായിട്ട്. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ഇട്ടോളൂ, 1-2 പച്ചമുളക് ഞാനത് ഇട്ടിട്ടില്ലായിരുന്നു.
അങ്ങനെ ഇതെല്ലാം ആക്കി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളി ഉപ്പിലിട്ടത് റെഡിയായി കിട്ടും കേട്ടോ. അതിങ്ങനെ നിമിഷ നേരം കൊണ്ട് തന്നെ അവർ കഴിച്ച് തീർക്കുകയും ചെയ്യും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ആ ഒരു മധുരവും ഒക്കെ അതിൽ ചേർത്ത് ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ കൂടെ ആകുമ്പോൾ പിന്നെ മാങ്ങയുടെ പുളി ഇതും കൂടെ ആകുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ്. മാങ്ങയായാലും ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇഫ്താറിൻ്റെ ആ ഒരു കുക്കിങ്ങിന് വേണ്ടി കിച്ചണിൽ വന്നിട്ട് ഇതിപ്പോൾ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ കാണിക്കുന്നത് എന്തിനാന്ന് കേട്ടോ. അപ്പോൾ ആ ഒരു നോമ്പ് സമയമാകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, രാവിലെ ഒന്നും കിച്ചണിലോട്ട് വരാറേ ഇല്ല. അപ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ മറ്റുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ മാങ്ങയും കൂടെ ഒന്ന് റെഡിയാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ സമോസ ആക്കുകയാണ്. സമോസ ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്നൊന്ന് ആക്കിയെടുക്കാനേ ഒരു സമോസയും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയാസമില്ല. അപ്പോൾ ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ സമോസ മാത്രമേ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിസ്സ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ നോക്കും മാവ് നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഫ്രൈ പാനിലോട്ട്, പാനാണ് കേട്ടോ, കുറച്ചൊന്ന് വട്ടത്തിലുള്ള ഒരു സൈഡൊക്കെ ഉള്ള ഒരു പാനാണ്. ഇതിലോട്ടൊന്ന് മാവൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് വെച്ച് വിട്ടിട്ട് മസാല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് പിസ്സ സോസ് ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ തന്നെ ഇത് ഒരു കുറച്ച് മസാല ചീസ് കുറച്ച് പോർഷൻ മാത്രം ഇട്ട് കൊടുത്തു. പിന്നെ സവോളയും ക്യാപ്സിക്കവും ഒന്ന് ചെറുതായിട്ട് എണ്ണയിലൊന്ന് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. പിന്നെ പിസ്സയ്ക്ക് വേണ്ട നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒറിഗാനോ പൗഡർ കേട്ടോ. അത് കുറച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് വീണ്ടും മസാല ചീസ് ഫുള്ളായിട്ടൊന്ന് ഇച്ചിരി കൂടുതൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടൊരു 10-12 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് അടച്ചു വെച്ച് കഴിക്കുമ്പോൾ അടിപൊളി ചിക്കൻ പിസ്സ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. മക്കൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു എണ്ണയിൽ ഒരുപാട് ഇതാക്കണ്ട, ഇതാകുമ്പോൾ അധികം എണ്ണ ചേർന്നില്ല. എന്തായാലും ഇത് വരുന്നുണ്ട്, എന്താണ് മസാല ചീസ് വരുന്നുണ്ട്, പക്ഷേ ഓയിലി അല്ലെന്നേ ഉള്ളൂ. അങ്ങനെ അതും ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇപ്പോൾ എന്തിനാ കുക്കർ വെച്ച് നിങ്ങൾ വിചാരിക്കുമല്ലേ, ഇദ്ദേഹത്തിന് കഴിക്കാനുള്ള കുറച്ച് നെയ്ച്ചോറ് വെച്ച് വെക്കാന്ന്. കാരണം മട്ടൻ കറി ഇരിപ്പുണ്ട്, കുറച്ചൊരു നെയ്ച്ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇദ്ദേഹത്തിന് കഴിയാൻ നമുക്ക് അതും കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് മകരുമ്പ് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതൊന്ന് വേവിച്ച കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോളും. നമുക്ക് വെളുപ്പം കാലത്ത് അതും കഴിച്ചോളാം ആവശ്യത്തിന്. എങ്ങനെയാണെന്നറിയില്ല, നമുക്ക് കഴിക്കുമോ എന്നൊന്നും അറിയില്ല. സാധാരണയായിട്ട് അപ്പോൾ ദോശയൊക്കെയാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ പെട്ടെന്ന് ഒന്ന് ജ്യൂസ് ആക്കുകയാണ്. ഇത് ജ്യൂസിൽ ഞാൻ ഓൾറെഡി കുരു എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും വീണ്ടും കുറേ കുരു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ജ്യൂസ് അടിക്കാനും കൂടി ഒന്ന് എടുത്ത് വെച്ചു. പെട്ടെന്ന് തന്നെ ബാങ്ക് വിളിക്കാനുള്ള ഒരു 10 മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ചടേന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുകയാണ്. അപ്പോൾ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ആ ഒരു ടൈമിലാണ് ഞാൻ സമോസ ഒന്ന് ഫ്രൈ ചെയ്യാനാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവിടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് തണുത്തു പോകും. അത് കാരണം അപ്പോൾ തന്നെ അതും കൂടി ഒന്ന് വറുത്ത് കോരിയെടുത്ത് ജ്യൂസും ആക്കി ചോറൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ച് ഇച്ചിരി ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമസ്കരിക്കാൻ പോകാന്നുള്ള ഇതിൽ നമ്പും കൂടെ മുറിക്കുകയാണ്. നമ്പ് മുറിച്ചിട്ട് പോയി ബാക്കി പ്രയർ ടൈമിനൊക്കെ പോകാൻ എഴുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കാണാൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട്. ഇതുവരേക്കും ബൈ ബൈ. താങ്ക് യു.